പകൽ പോയി മറയുന്നു നാഥ. ശ്രമകരദേഹാധ്വാനങ്ങൾ ചെയ്തിട്ടടിയാർ വിശ്രമമടയുന്നു. ലൗകിക ചിന്ത ഭാരങ്ങൾ കൂടാതടിയാർ തിരുസവിധേ മാനസശാന്ത്യ വരുവാൻ വരമരുൾക. നിഖിലേശാരക്ഷ നാഥ. ഈ സന്ധ്യാസമയത്തടിയാർ നിന്തിരുകൃപയെ സാമോദം വാഴ്ത്തും. നിത്യസ്തുതി കർത്താവിനും താതവിശുദ്ധാത്മാവിനും ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. തിരുസുതാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാട് കരുണയുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധാത്മേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ തിന്മ വിട്ട് നമ്മളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിലെ ഫലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ കന്യകമർത്ത മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ബാറയ്ക്കുമോ പാപികളുടെ അനുതാപത്തിൽ പ്രീതിയോടെ സന്തോഷിക്കുന്ന ദൈവം തമ്പുരാനെ, ഞങ്ങൾ പാപം ചെയ്തു പോയതുകൊണ്ട് നീ ഞങ്ങളെ ഞെരുക്കുകയും ശിക്ഷിക്കുകയും അരുതേ. ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൻ്റെയും നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും സഹതന്മാരുടെയും മധ്യസ്ഥതയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ദൈവമേ, സർവശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് നീ വിരോധിച്ച് നീക്കിക്കളയണമേ. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള നിന്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് സഹായമായി ഭവിക്കണമേ. ജയമുള്ള ആയുധമാകുന്ന നിന്റെ സ്ലീബ നിന്റെ ജനങ്ങൾക്ക് രക്ഷയായിരിക്കണമേ.
നല്ല ഇടയനായ കർത്താവേ, ഞങ്ങളുടെ ആവലാതി നീ കേൾക്കണമേ. ഞങ്ങൾ സങ്കടത്തോടെ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നൽകണമേ. മനോഗുണവാനേ, നിന്റെ അടുക്കലല്ലാതെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകേണ്ടു? നിന്നെ അല്ലാതെ ഞങ്ങൾ ആരെ വന്ദിക്കേണ്ടു? അപേക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും വന്ദിപ്പാനും നീ അല്ലാതെ ആരും ഞങ്ങൾക്കില്ല. ആയതുകൊണ്ട് കർത്താവേ, നീ നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങളെ വാഴ്ത്തേണമേ. തിരുവുള്ളം കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവമേ, തിരുവുള്ളക്കേടുകൊണ്ട് ഞങ്ങളെ നീ നശിപ്പിച്ച് കളയരുതേ. ഞങ്ങളുടെ നേരെ നീ കോപിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ അനീതികൾ നിമിത്തം ഉണ്ടായിട്ടുള്ള ഈ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് നീ വിരോധിക്കണമേ. നിന്റെ ഉഗ്രകോപത്തിൽ നിന്ന് നീ ശാന്തതപ്പെടണമേ. നിന്നെ ഞങ്ങൾ കോപിപ്പിച്ചുവെങ്കിലും നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നതിനാൽ നീ ഞങ്ങളോട് നിരപ്പാകണമേ. നീ ഞങ്ങൾക്ക് അനുതാപത്തിൻ്റെ ഹൃദയവും കണ്ണുനീരുകളും തരണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ ഞങ്ങൾക്കുള്ള സകലത്തെയും നീ കൃപയോടെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരോടും കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോടെ ഞങ്ങൾക്കിടയാകുകയും ചെയ്യണമേ. ആമീൻ. Praise be the name of God Almighty, the Father, Son, and the Holy Spirit. Respected fathers, all the well-wishers and friends, here is a moment where we identify a great stalwart who had been so powerful, wonderful, and down to earth in various aspects, but firm and convinced, clearly focused, and committed for a greater tomorrow. His presence with God, his joy in worship, his charisma in enduring the most precious things under the world for the betterment of the society, for the strengthening of the coming generation, and for the transformation of the society is remarkable. Though he left 23 years back, his spiritual presence is very much within our reach, which inspires us, encourages us, and empowers us to come closer to the Lord, come closer each other, and be effective and fruitful, in spite of the fact that we are under the pressure of COVID conditions. It's remarkable to comment that his dynamic presence all through the Diocese of Bombay and the institutions in Pune in particular has been great inspiration for each and everyone. A remarkable message all through these decades, which shall remain in our minds in the whole future, for us to be tuned and tamed, equipped and empowered for a glorious tomorrow, for the betterment of the society, for challenging the youngsters and encouraging them to step up the ladder of prosperity and achievements with full confidence, and clear focus and destination. It's true that Dr. Philippos Matheophilus, Metropolitan of Bombay and Angamari Dioceses,
of the Malankara Orthodox Church, who left this world at the age of 87, could leave a legacy of remarkable contributions to the society, never ending or diminishing message that a person who is clinging on to the mercy of God, who has got deep faith in God, who listens to the voice of Him, and who responds to it in an effective manner, will not only be blessed to be closer to the Lord and useful to the society, but that particular person will be a living example for the coming generation to grow in faith and commitment to the society, so that the people of the soil will be admiring and appreciating, accepting and respecting, and moving in the right direction for a glorious tomorrow. Dr. Philippos Mattheophilos, Metropolitan, had been focusing to see that Pune will be a second hub of the Malankara Orthodox Church, and in particular the Diocese of Bombay, so that so many humanitarian activities, various projects of human concern will be added to the wealth of the diocese in terms of the treasures from God, the expansion of the service in terms of the kingdom of God, and so also changing the attitude of the people from lethargic setting to a charismatic upbringing. Dr. Mattheophilos, our great father and leader, in his heavenly prayers, will be upholding each and every one, and his earnest and honest prayers will be a great fortress, which is a part of the blessing of God in and through that wonderful charismatic person who in this world changed the attitude and brought hope and expectation and enriched us with wonderful blessings from God Almighty. May he be safe in the abode of Abraham, Isaac, and Jacob. May he shine as a wonderful star in the chest of Aaron, the high priest, and he be blessed when Jesus comes the second time to judge the quick and the dead. Our humble prayers, so that his intercession will make us worthy to come closer to the Lord, identify the need of the hour, and respond in a very effective manner, so that we will also be worthy to be considered by God, who will be convinced and converted for a better tomorrow, and we will be useful instruments in God's hands for the transformation of the society, for the enriching of the people, and especially for those who are downtrodden and marginalized to get cherished and enriched by the touch of God, by the love and mercy of people, and the help extended in and through each and every one of us. May his blessings be upon us, and we be much more reasonable to God, to the church and society, and especially to the people in need.
God bless. ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണൂരിൽ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണൂരിൽ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണൂരിൽ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ടു അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ടു അന്ത്യം വരെ. കുരിരുൾ പാതയതോ ക്രൂരമം ശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൽ നിഴൽ നിനക്കാം. കുരിരുൾ പാതയതോ ക്രൂരമം ശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൽ നിഴൽ നിനക്കാം. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ടു അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ടു അന്ത്യം വരെ. ഈ ചൂരസിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂ ജയിലരയീർച്ചവളോ മരണമോ വന്നിടട്ടെ. ഈ ചൂരസിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂ ജയിലരയീർച്ചവളോ മരണമോ വന്നിടട്ടെ. നിന്മനമിളകാതെ
നിന്മനം പതരാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ടു അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ടു അന്ത്യം വരെ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിപൂർണ്ണ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ദൈവമിനിസ്ട്രിയുടെ എല്ലാ ഭാരവാഹികളുമേ, എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളുമേ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഇന്ന് മാസങ്ങളായി ലോകമൊക്കെയും വലിയൊരു പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവർ തമ്മിൽ പരസ്പരം കാണുന്നതിനോ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരുടെ വേർപാട് സമയത്ത് പോലും ഒരു നോക്ക് കാണുവാനോ ഒരു യാത്രയപ്പ് നൽകുവാനോ കഴിയാതെ വീർപ്പുമുട്ടുന്നവർ, സ്വാതന്ത്ര്യത്തോടെ വെളിയിൽ ഇറങ്ങി നടക്കുവാൻ കഴിയാതെ കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷികളെപ്പോലെ വീട്ടിനുള്ളിൽ മാസങ്ങളായി കഴിയുന്നവർ, വാർദ്ധക്യത്തിലെ അഭയകേന്ദ്രമായ ആലയങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാനോ വിശ്വ ശരീരങ്ങൾ അനുഭവിക്കുവാനോ കഴിയാതെ ഭാരപ്പെടുന്നവർ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൂടി ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും കാരണം മനുഷ്യൻ ദൈവത്തെ മറന്ന് ദൈവകൽപ്പനകളെ മറന്ന് ജീവിക്കുന്നതിൻ്റെ ഫലമായുള്ള ദൈവകോപമാണ്. ഇന്ന് ലോകം മുഴുവനും മരണഭീതിയിലാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു പ്രതിവിധി മാത്രം, ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം. ആ ഒരു ശക്തിക്ക് മാത്രമേ വിട്ടു നൽകുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അനേകർക്ക് ഇന്നും ആ ആശ്രയബോധം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നും തങ്ങൾക്ക് ബാധകമേ അല്ല എന്ന രീതിയിൽ അവർ മുൻപോട്ട് ജീവിക്കുന്നു. എന്നാൽ നിരാശരാകാതെ കൃപ ലഭിക്കുവോളം പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും വിടുതൽ ലഭിക്കും. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളാണ്. യേശു ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും 70 പേരെ അയക്കുന്നതും അവർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളുമാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. വിശുദ്ധ ലൂക്കോസ് മാത്രമേ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു എന്നാണ് 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ ആരംഭം. ഈ 70 പേർക്ക് മുൻപായി വേറെ ചിലർ നിയമിച്ചു എന്ന് ഇത് അർത്ഥമാക്കുന്നു. അതെ, വിശുദ്ധ ലൂക്കോസ് 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 12 സ്ലീഹന്മാരെ തിരഞ്ഞെടുത്ത് പ്രേക്ഷിതവൃത്തിക്കായി നിയോഗിക്കുന്ന സംഭവം വിവരിച്ചിട്ടുണ്ട്. 12 സ്ലീഹന്മാരെ നിയോഗിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും കാണുവാൻ സാധിക്കും. കർത്താവിൻ്റെ സുവിശേഷയുടെ കാലത്ത് അദ്ദേഹത്തിന് ശിഷ്യപ്പെട്ട് താൻ അനുഗമിക്കുന്ന അനേകർ ഉണ്ടായിരുന്നു. അതിൽ 12 പേരെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തു. വേറെ 70 പേരെ അറിയിപ്പുകാരെന്ന പേരിലും തിരഞ്ഞെടുത്തു. എന്നാൽ 12 പേരെ തിരഞ്ഞെടുത്തതിൽ നിന്നും അല്പ വ്യത്യസ്തമായ രീതിയിലാണ് 70 പേരെ അയക്കുന്നത്. ഈ രണ്ട് കൂട്ടരുടെയും പ്രവർത്തന ശൈലി ഒന്ന് തന്നെയായിരുന്നു. 12 പേർ ദൈവരാജ്യം പ്രസംഗിക്കുവാൻ അധികാരവും ശക്തിയും പ്രാപിച്ച് യേശുവിന് വേണ്ടി അയക്കപ്പെട്ടവരായിരുന്നു, അഥവാ യേശുവിന് പകരം അയക്കപ്പെട്ടവരായിരുന്നു. ആചാര്യത്വത്തിൻ്റെ പ്രഥമപടിയിലേക്ക് സ്ലീഹന്മാരെ പ്രവേശിപ്പിക്കുന്ന സംഭവമാണ് ഇതെന്ന് സഭാപിതാക്കന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരു കാര്യം വിജയകരമായി നിർവഹിക്കുന്നതിന് 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമതായി അവരുടെ കഴിവുണ്ടായിരിക്കണം, അതാണ് ശക്തി. രണ്ടാമതായി ദൗത്യം നിർവഹിക്കുന്നതിന് നിയമാനുസൃതമായ അധികാരമുണ്ടായിരിക്കണം. ഇവ രണ്ടും നൽകിയാണ് അവരെ അയക്കുന്നത്. അവൻ 12 പേരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. വിശുദ്ധ ലൂക്കോസ് 9:1. അങ്ങനെ ദൈവത്തിനുള്ള ശക്തിയും ദൈവരാജ്യത്തിൻ്റെ അധികാരപത്രവും ദൈവത്തിന് നൽകിയാണ് ശിഷ്യന്മാരെ അയക്കുന്നത്. 70 പേരെ അത് അറിയിപ്പുകാരെ അയക്കുന്നത് താൻ പോകുവാനിരുന്ന ഓരോ സ്ഥലത്തേക്കും പട്ടണത്തിലേക്കും ആണ്. അനന്തരം യേശു വേറെ 70 പേരെ നിയമിച്ച് താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തേക്കും അവരെ തനിക്ക് മുൻപായി ഇരണ്ടിരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ.
പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മിസ് ലൂക്കോസ് 10:1-2-3 വാക്യങ്ങൾ. കർത്താവ് പോകുവാൻ ഉദ്ദേശിച്ചിരുന്നതായ ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കുമാണ് ഈ അറിയിപ്പുകാരെ അയക്കുന്നത്. ഈ 70 പുറമെ വേറെ 2 പേർ കൂടി ഉണ്ടായിരുന്നെന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നുണ്ട്. ലാസർ ഇവരിൽ ഒരാളായിരുന്നു പറയപ്പെടുന്നു. 70 എന്ന സംഖ്യയ്ക്ക് യഹൂദ പാരമ്പര്യത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. ഇസ്രായേൽ മക്കളുടെ കനാനിലേക്കുള്ള യാത്രാമധ്യേ അവർ എലീമിലെത്തിയപ്പോൾ അവിടെ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നുവെന്ന് പുറപ്പാട് പുസ്തകം 15:27 കാണുന്നു. യഹോവയുടെ കൽപ്പന പ്രകാരം മോശയുടെ സഹായികളായി 70 പേരെ നിയമിച്ച സംഭവം സംഖ്യാപുസ്തകം 11:16, 17, 24-25 വാക്യങ്ങൾ ഉണ്ട്. പഴയ നിയമത്തിൽ ഗ്രീക്ക് പരിഭാഷയായ സെപ്പിയൻ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം 70 എന്നാണ്. ഉൽപ്പത്തി 10-ാം അധ്യായം അനുസരിച്ച് ജലപ്രളയത്തിന് ശേഷം നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫേത്ത് എന്നീ 3 പേരിൽ നിന്ന് മനുഷ്യവർഗം 70 ജാതികളായി എന്ന് മനസ്സിലാക്കാം. ശേമിൽ നിന്ന് 20, ഹാമിൽ നിന്ന് 36, യാഫേത്തിൽ നിന്ന് 14, ഇങ്ങനെയാണ് 70 പേർ. ഇവർ തന്നെ ജാതി ജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ. അവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞു പോയത്. ഉൽപ്പത്തി 10:32. കൂടാതെ യഹൂദന്മാരുടെ പരമാധികാരിയായ സനദ്രി സംഘത്തിലും 70 പേർ ഉണ്ടായിരുന്നു എന്നാണ്. ഇങ്ങനെ 70 എന്ന സംഖ്യയ്ക്ക് യഹൂദ പാരമ്പര്യത്തിൽ പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇവരെ ഈരണ്ടായി ആണ് അയച്ചത്. കാരണം അത് കൂട്ടായ പ്രവർത്തനത്തിന് പ്രാധാന്യം കാണിക്കുന്നു. പരസ്പരം സഹായിക്കുന്നതിനും കൂടുതൽ പ്രോത്സാഹനത്തിനും ഇത് സഹായകമായിരുന്നു. ഈ 70 പേരുടെ ദൗത്യം 12 സ്ലീഹന്മാരിൽ നിന്നും അല്പം വ്യത്യസ്തമായിരുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് യേശുവിന് വേണ്ടി വഴി ഒരുക്കുക എന്നതായിരുന്നു അറിയപ്പുകാരുടെ ദൗത്യം. കൊയ്ത്ത് വളരെയധികമുണ്ട്. ഫലം ശേഖരിക്കുവാൻ തക്കവണ്ണം വിളവെല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ വിളവ് കൊയ്തെടുത്ത് ശേഖരിക്കുവാൻ വേലക്കാർ വളരെ ചുരുക്കമാത്രയുള്ളൂ. തക്ക സമയത്ത് കൊയ്ത് വിളവ് ശേഖരിച്ചില്ല എങ്കിൽ ഉപയോഗശൂന്യമായി പോകും. അതിനാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിന് വേണ്ടി വേലക്കാരെ അയക്കുന്നതിന് അപേക്ഷിപ്പീൻ. കൊയ്ത്തിൻ്റെ യജമാനൻ ആരെന്ന് നമുക്കറിയാം. പിതാവാൻ ദൈവമാണ്. ദൈവരാജ്യം പ്രവർത്തനത്തിന് വേണ്ടി കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ചുമതലയാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത്ര നിഷ്പ്രയാസം നിവർത്തിക്കാവുന്ന ഒന്നല്ല. കടിച്ചു കയറുവാൻ നിൽക്കുന്ന ചെന്നായ്ക്കൾ മുൻപിൽ അകപ്പെട്ട കുഞ്ഞാടുകളെപ്പോലെ ആയിരിക്കും അവരുടെ അവസ്ഥ. വളരെ ദുഷ്കരമായ പ്രവർത്തനം ആണ്. ക്ലേശകരവും അപകടകരവുമായ അനുഭവം ആയിരിക്കും നേടേണ്ടി വരുന്നത്. എതിർപ്പും വിദ്വേഷവും പീഡനങ്ങളും എല്ലാ ഭാഗങ്ങളിൽ നിന്നും നേടേണ്ടി വരും. എന്നാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ അയച്ചിരിക്കുന്നവൻ സകല ശക്തിയെയും കീഴ്പ്പെടുത്തുവാൻ ശക്തനായവനാണ്. ഈ അയക്കപ്പെട്ടവരെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടല്ല ഈ പ്രസ്താവന. എക്കാലത്തും എവിടെയും വിഷ്ണുപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന എല്ലാവർക്കും മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ നേടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇത് സൂചിപ്പിക്കുന്നത്. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യരോട് അവർ ഇടപെടേണ്ട നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും വരുത്. 10-ന്റെ 4-ാം വാക്യം. ഒരു യഹൂദൻ ദൂരയാത്രയ്ക്ക് കരുതുന്ന വസ്തുക്കളാണ് സഞ്ചിയും പൊക്കണവും എല്ലാം. ഇവയെല്ലാം വ്യക്തികളുടെ ഭൗമികമായ ആവശ്യങ്ങൾക്ക് ഉള്ളവയാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിനായി പോകുന്നവർ ഭൗമിക കാര്യങ്ങൾ ആശ്രയിക്കരുത്. എത്രയും ലളിതവും മിതവുമായ കരുതലുകൾ മാത്രം മതി. പണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ ഭൗമിക കാര്യങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ അകറ്റി ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഏകാഗ്രതയോടെ നിർവഹിക്കുവാൻ ശ്രദ്ധിക്കണം. ജോലിയിൽ വിശ്വസ്തത പാലിക്കണം. ചുരുക്കത്തിൽ പ്രേക്ഷിത വൃത്തിക്കായി തുനിഞ്ഞിറങ്ങുന്നവർക്ക് യാതൊരു മുൻകരുതൽ ആവശ്യമില്ല. ദൈവാശ്രയബോധം മാത്രം മതി എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. മര്യാദയില്ലാതെ ആരോടും പെരുമാറരുത് എന്നല്ല ഇത് അർത്ഥമാക്കുന്നത്. വഴിക്ക് കാണുന്നവരോട് വന്ദനം ചെയ്യുവാൻ ഉപയോഗിക്കാത്ത സമയം പോലും പാഴാക്കരുത്. സമയം വിലയേറിയതാണ്. അത് തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ഗൗരവതരമായി എടുക്കണം. കാലം ഏറ്റവും അടുത്തിരിക്കുന്നു. അതിനാൽ ജീവിതത്തിലെ ഓരോ നിമിഷവും പ്രയോജനകരമായി തീർക്കണം. ഈ താക്കീത് നമ്മെ ഏവരെയും ബാധിക്കുന്നതാണ്. ഏത് വീട്ടിലെങ്കിലും ചെന്നാലും ആ വീട്ടിലെ സമാധാനമെന്ന് ആദ്യം പറയും. 10-ന്റെ 5-ാം വാക്യം. യേശുക്രിസ്തുവിൻ്റെ മാതൃക, ഉത്തിതനായ യേശുക്രിസ്തു മാതൃകയാണിത്. ഉത്തിതനായ ക്രിസ്തു ശിഷ്യന്മാർ നൽകി വന്നപ്പോൾ നിങ്ങൾ സമാധാനം എന്നാണ് ആദ്യം ആശ്വസിച്ചത്. ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യം ചെയ്യേണ്ടത് ആ വീട്ടിന് സമാധാനം ആശംസിക്കുക എന്നതാണ്. സമാധാനം പ്രിയപ്പെടുന്നവർ ആ വീട്ടിലുണ്ടെങ്കിലും ആശംസിക്കുന്ന സമാധാനം അയാൾ വസിക്കും. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ നിന്ന് അടങ്ങി വരും. ആ വീട്ടിൽ തന്നെ താമസിച്ച് അവർ തരുന്നത് ഭക്ഷണപാനീയങ്ങൾ എന്തു തന്നെ ആയാലും അത് സന്തോഷത്തോടെ സ്വീകരിച്ച് അവിടെ തന്നെ പാർക്കണം.
കൂടുതൽ സുഖസൗകര്യങ്ങൾ അന്വേഷിച്ച് കൂടെ കൂടെ വീട് മാറരുത്. ആ പട്ടണത്തിലെ രോഗികളെ സൗഖ്യമാക്കുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ ഒരുക്കത്തോടെ ഇരിക്കുവാൻ അവരെ ബോധിപ്പിക്കുകയും ചെയ്യണം. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ ആ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും നിങ്ങൾക്ക് കുടഞ്ഞിച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അറിഞ്ഞുകൊള്ളി എന്ന് പറയുകയും. 10-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. ഏതെങ്കിലും സ്ഥലത്തോ പട്ടണത്തിലോ അവരെ സ്വീകരിക്കാതെ തിരസ്കരിച്ചാൽ അതിനെക്കുറിച്ച് പ്രതികാരം വാങ്ങിച്ച പാടില്ല. നിങ്ങളുടെ സാന്നിധ്യം മൂലം ഒരു സ്ഥലത്തും കലഹവും കലാപവും വാദപ്രതിവാദവും ഉണ്ടാകാൻ ഇടയാകരുത്. അതിന് പകരമായി വേറെ സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് മാറിക്കൊള്ളണം. ആ പട്ടണവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതിൻ്റെ സൂചനയായി ആ പട്ടണത്തിൽ നിന്നും നിങ്ങളുടെ കാലിൽ പറ്റിയ പൊടി തട്ടിക്കളയണം. ന്യായവിധി നാളിൽ ഈ ശിഷ്യന്മാർക്ക് ആ സ്ഥലത്തെക്കുറിച്ച് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് തെളിയും. ശിഷ്യന്മാർ അവരുടെ ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കണം. ന്യായവിധി നാളിൽ ദൈവം നേരോടെ ന്യായം വിധിക്കും. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കോരസീൻ, ബെത്സയിദ തുടങ്ങിയ പട്ടണങ്ങളെ പരാമർശിച്ച് ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലങ്ങളിൽ അനേകം വീരപ്രവർത്തികൾ നടത്തിയിരുന്ന സ്ഥലങ്ങളായിരുന്നു അവ. എന്നാൽ അവർ അനുദപിക്കുകയോ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയോ ചെയ്തില്ല. അതിൻ്റെ ഫലമായി അവർക്ക് വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതിനെ ഓർമ്മപ്പെടുത്തുന്നു. അയക്കപ്പെട്ടവരുടെ ഉപദേശങ്ങൾ നിഷേധിക്കുകയും അവർ ധിക്കരിക്കുകയും ചെയ്യുന്നവർക്ക് അതിലും കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കും ചെയ്തത്. പ്രേക്ഷകർക്ക് ആശ്വാസം നൽകുന്ന വാക്കുകളാണ് അടുത്തത്. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. 10-16 വാക്യം. യേശുവിൻ്റെ പ്രതിനിധികളാണ് അയക്കപ്പെട്ടവർ. നിങ്ങളോട് ചെയ്യുന്നത് എന്നോടും എന്നെ അയച്ചവനോടുമാണ് ചെയ്യുന്നത്. ശിഷ്യന്മാരെ സ്വീകരിക്കുന്നത് യേശുവിനെ അയച്ച പിതാവിനെയും സ്വീകരിക്കുന്നതിന് തുല്യമാണ്. ശിഷ്യന്മാരിൽ കൂടി യേശുവിനെയും പിതാവിനെയും ജനം കാണണം. ക്രിസ്തീയ പ്രവാചകന്മാരെയും നീതിമാന്മാരെയും സാധാരണക്കാരായ വിശ്വാസികളെയും സ്വീകരിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കും. കാരണം അവരെല്ലാം ക്രിസ്തുവിനെയും സ്വർഗീയ പിതാവിനെയും പ്രതിനിധാനം ചെയ്യുന്നവരാണ്. നമ്മുടെ ആത്മീയ ഇടയന്മാരെയും നമ്മുടെ പിതാക്കന്മാരെയും നമ്മുടെ വിശ്വാസം പഠിപ്പിച്ചവരെയും ഒക്കെ ഭയഭക്തിയോടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അങ്ങനെ നീ ആകമാനമായി ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രേക്ഷിത പ്രവർത്തനത്തിനായി നിയോഗിക്കപ്പെട്ട ചുമതല പ്രസംഗിക്കുക, രോഗസൗഖ്യം നൽകുക എന്നിവയാണ്. ദൈവരാജ്യം സമാഗമതായി എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് ഇവ രണ്ടും. യാത്രയിൽ എന്തെല്ലാം കരുതണം, അതിഥിയോടുള്ള പെരുമാറ്റം എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അവർ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. അവരുടെ മുഖ്യമായ ശ്രദ്ധ ദൈവരാജ്യം സംബന്ധിച്ചുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നതായിരിക്കണം. ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം തിടുക്കത്തിൽ ചെയ്യണം, വിശ്വസ്തയോടെ ചെയ്യണം. സമയമൊട്ടും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ സുവിശേഷ വേലക്കാർക്കും ബാധകമാണ്. അത് സഫലമാക്കുവാൻ ദൈവത്തിൽ പരിപൂർണമായി സമർപ്പിച്ച് ആശ്രയിച്ച് നമുക്ക് പ്രവർത്തിക്കാം. അതിന് പരിശോധനയുടെ ഇടയക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഈ ഇടയായി എനിക്കും ഈ ദിവസം നൽകിയ തേജമിനിസ്ട്രിയിലെ എല്ലാ ഭാരവാഹികളോടും ഉള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒപ്പം തന്നെ അഭിവന്ദ തിരുമേനിയുടെയും ബഹുമാനപ്പെട്ട വൈദ്യരുടെ മുൻപാകെ വചനം സൃഷ്ടിക്കാനുള്ള കഴിവില്ല എന്ന് സമ്മതിക്കുന്നു. ഉണ്ടായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സാധനം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവരാമാത്ത പെരുമാറാകട്ടെ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളെ അളവോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു സമയം കാണുവാൻ കഴിയാതെ എത്രയോ പേർ മരണം വഴിയായി ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടപ്പോഴും അടിയങ്ങളെ എത്രത്തോളം ക്ഷേമമായി കാത്തു പരിപാലിച്ച് അങ്ങേ വിളിച്ചപേക്ഷിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ തിരുസന്നിധിയിലാക്കി വെച്ചിരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. 1000 സ്തുതികളാലും സ്തോത്രങ്ങളാലും അടിയങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലാണ് ഇന്നു. അടിയങ്ങളോട് കരുണയായിരിക്കണമേ നാഥ. കർത്താവേ, സ്വർഗം നിന്റെ സിംഹാസനവും ഭൂമി നിന്റെ പാദപീഠവുമാകുന്നുവല്ലോ. അടിയങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളെ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും വളരെയാകുന്നു നാഥ. അറിഞ്ഞും അറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെയും അടിയങ്ങളുടെ ചിന്തയിലൂടെ സംസാരത്തിലൂടെ പ്രവൃത്തിയിലൂടെ വന്നുപോയ എല്ലാ തെറ്റുകളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്നറിയവനായ പൊന്നപിതാവേ, അവിടുത്തെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം നാഥ,
സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ളതായ കലഹങ്ങളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കപ്പെടുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ. സഭയെ നയിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ സമർപ്പിക്കുന്നു. തിരുമേനിക്ക് കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനും കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദി കരയറ്റുന്നു. കൂടുതലായി അവിടുത്തെ ആത്മീയ നൽവരങ്ങളാൽ നിറയ്ക്കണമേ നാഥ. സഭയിലെ എല്ലാ തിരുമേനിമാരെയും സമർപ്പിക്കുന്നു. അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാ വൈദികരെയും ശമാശന്മാരെയും വൈദിക സെമിനാരികളിലുള്ളവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഓരോരുത്തർക്കും വേണ്ടുന്നതായ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. ബോംബെ ഭദ്രാസനത്തെയും അഭിമന്യ കൂറിലോസ് തിരുമേനിയെയും സമർപ്പിക്കുന്നു. തിരുമേനിക്ക് വേണ്ട എല്ലാ കൃപകളും ചൊരിഞ്ഞു കൊടുക്കണമേ. ഭദ്രാസനത്തിലെ എല്ലാ അച്ഛന്മാരെയും ഓരോ വ്യക്തികളെയും കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങളും പ്രയാസങ്ങളും വേദനകളും താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ നാഥ. തിയോ മിനിസ്ട്രിയെ സമർപ്പിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്നവർ കൂടുതൽ കൃപയിലായിരിക്കാൻ തക്കവണ്ണം അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കായി തിയോ മിനിസ്ട്രിയെ ഒരുക്കിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ സമയം ലോകത്തെ പൂർണ്ണമായും കൊറോണ വൈറസിന്റെ ഭീതിയിലായിരിക്കുന്ന ലോക ജനതയെ മുഴുവനായും ഇന്ത്യ മഹാരാജ്യത്തെയും താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാവരോടും അവിടുന്ന് കരുണയായിരിക്കണമേ. രോഗം മൂലം ശാരീരിക മാനസിക ക്ലേശം അനുഭവിക്കുന്ന എല്ലാവരെയും അവിടുന്ന് തൃക്കൺ പാർക്കണമേ. ശാന്തിയും സമാധാനവും സൗഖ്യവും ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ മറ്റനേകം രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. അവരെയും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങ് ഈ ലോകത്തായിരുന്നപ്പോൾ അങ്ങയെ തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. അവിടുന്ന് ഓരോരുത്തരെയും തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. എൻ്റെ യഹോവ എനിക്ക് വലിയവ ചെയ്തുവെന്ന് സാക്ഷ്യപ്പാൻ തക്കവണ ഇടയാക്കണമേ. രോഗികളെ ശുശ്രൂഷിക്കുന്ന കരങ്ങളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റെല്ലാവർക്കും അവിടുന്ന് കാവലും കോട്ടയും തുണയുമായിരിക്കണമേ. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്ന പൊന്നുപിതാവേ, ഈ രോഗത്തെ അവിടുന്ന് ഉന്മൂലനം ചെയ്യണമേ. കരുണയോടെ അടിയങ്ങളെ തൃക്കൺ പാർക്കണമേ നാഥ. കർത്താവെ, ഈ പ്രതികൂല സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, മറ്റനേകം വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഇവരെ എല്ലാവരെയും ഞങ്ങളുടെ തൃക്കരങ്ങളിൽ വയ്ക്കുന്നു. അവിടുന്ന് കരുണയായിരിക്കണമേ. കർത്താവെ, അടിയങ്ങളുടെ മാതാപിതാക്കന്മാർ, വാർദ്ധക്യത്തിലായിരിക്കുന്നവർ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, ദൂരെയും ചാരയുമായിരിക്കുന്നവർ, ഇവരെയൊക്കെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഓരോരുത്തരെയും അവിടുത്തെ ചെറുകടിയിൽ മറച്ചു കൊള്ളണമേ. അടിയങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും വളരുവാനും ദൈവത്തിനും മനുഷ്യനും ഉതകുന്ന മക്കളായി തീരുവാനും കൃപ ചൊരിയണമേ. ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായിരിക്കാൻ കൃപ ചൊരിയണമേ നാഥ. അനാഥരെയും പിതാവുമാരെയും സമർപ്പിക്കുന്നു. അവിടുന്ന് കാന്തനും പിതാവുമായി കൂടെയുള്ളതിനാലേ സ്തോത്രം. മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെയുള്ള ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോയിരിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടാത്മ ശക്തിയെ ജയിപ്പാനുള്ള ബലം അവർക്ക് നീ കൊടുക്കണമേ. വഴിതെറ്റിപ്പോയവരെ തിരിച്ചു വരുത്തണമേ നാഥ. അടിയങ്ങളപേക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും യാചിപ്പാനും അങ്ങല്ലാതെ മറ്റാരുമില്ല കർത്താവെ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനായ കർത്താവെ, ഞങ്ങളുടെ കണ്ണുനീരിനെ മാനിക്കണമേ. ഞങ്ങളിൽ നിന്നും വാങ്ങിപ്പോയവരെ സമർപ്പിക്കുന്നു. അവരുടെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വേദനിക്കുന്നവരെയും സമർപ്പിക്കുന്നു. ആശ്വാസദായകനായി സമാധാന ദൂതനായി കൂടെ ഇരിക്കണമേ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്നറിയ നാഥ. അവിടുത്തെ ദിവ്യമായ ശാന്തിയും സമാധാനവും ഞങ്ങൾക്കെല്ലാവരുടെ മേലും, കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലും ലോകം മുഴുവനിലും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ കൂടുതലായി അറിയുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുപ്പാനും കൃപ ചൊരിയണമേ. വേണ്ടവിധം പ്രാർത്ഥിപ്പാൻ അറിയില്ല നാഥ, അവിടുന്ന് പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. കുറവുകളും കുറ്റങ്ങളും നിറഞ്ഞതായ അടിയന്റെ പ്രാർത്ഥന അവിടുത്തെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിന് മേലും ദൈവസൃഷ്ടി മുഴുവനായും, പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും, അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും, ദൈവസന്നിധിയിലേക്ക് വിളിച്ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.